തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ഉപമകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ച ഉപമകൾ എല്ലാം തന്നെ ദൈവരാജ്യത്തിൻ്റെ വലിയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന കഥകളാണ്. വലിയ കാര്യങ്ങളെ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഈശോ പറഞ്ഞു തന്ന കഥകളാണ് നമ്മൾ ഉപമകൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ചും അതിന് മുകളിലോട്ടുമുള്ള വാക്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ടും ഒന്ന് പഠിക്കുകയാണ്. ഈ സുവിശേഷത്തിൽ, മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു വിവാഹ വസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ഉപമയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഈ ഉപമ മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല. പക്ഷേ ആ ഉപമ ഞാനൊന്ന് പറയുകയാണ്. ഒരിക്കലും ഒരു രാജാവ് തൻ്റെ ഭവനത്തിൽ, തൻ്റെ കൊട്ടാരത്തിൽ വച്ച് നടന്ന വിവാഹത്തിന് വേണ്ടി വേണ്ടപ്പെട്ടവരെയെല്ലാം, പ്രമുഖരെയെല്ലാം ക്ഷണിക്കുന്നു. പക്ഷേ ക്ഷണം സ്വീകരിക്കുന്നില്ല ആരും തന്നെ. ഈ വിവാഹത്തിന് വരാമെന്ന് ആരും തന്നെ പറയുന്നില്ല. രാജാവ് ക്രുദ്ധനാകുന്നു. അതുകൊണ്ട് വഴിയരികിൽ കണ്ടവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് പറയുന്നു. അങ്ങനെ യാതൊരു യോഗ്യതയുമില്ലാത്തവർക്ക് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ക്ഷണക്കത്ത് ലഭിക്കുന്നു. അങ്ങനെ വിവാഹത്തിൻ്റെ ദിവസം യാതൊരു യോഗ്യതയുമില്ലാത്ത, കൊട്ടാരം ഒന്ന് അകത്ത് കയറി കാണുവാൻ പോലും യോഗ്യതയില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാർ, അല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ളവർ എന്ന് പറയാവുന്ന വിധത്തിലുള്ള മനുഷ്യർ ഈ കൊട്ടാരത്തിലേക്ക് വിവാഹത്തിന് വരികയാണ്. അപ്പോൾ എല്ലാവരും അവരവർക്ക് പറ്റിയ വിധത്തിൽ നന്നായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരാൾ മാത്രം വൃത്തിഹീനനായി അഴുക്ക് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വളരെ ഡിഫറൻ്റായി, വളരെ വ്യത്യസ്തനായി കടന്നു വന്നു. അപ്പോൾ രാജാവ് എല്ലാവരെയും ഈ ഹാളിലേക്ക് ആനയിക്കാനായിട്ട് വരുമ്പോൾ ഒരാൾ മാത്രം വിവാഹ വസ്ത്രം അല്ലെങ്കിൽ മനോഹരമായ ഒരു വസ്ത്രം ധരിക്കാതെ വളരെ അഴുക്ക് നിറഞ്ഞവനായി നിൽക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് അഴുക്ക് നിറഞ്ഞ ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിന് ഇടേണ്ട വിവാഹ വസ്ത്രം ധരിക്കാതെ നീ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് രാജാവ് ക്രുദ്ധനായി ദേഷ്യപ്പെട്ട് അവൻ്റെ കൈകാലുകളെല്ലാം കെട്ടി പുറത്തേക്ക് വലിച്ചെറിയാൻ സേവകരോട് പറയുന്നതാണ്. ഈ ഉപമ വായിക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ ക്രിറ്റിക്സ്, അല്ലെങ്കിൽ യേശുവിനെ എതിർക്കുന്ന ലോകത്തിലെ സമൂഹം, ഒരു സമൂഹമുണ്ട്, നമുക്കറിയാം. കാര്യങ്ങൾ പിടികിട്ടാത്ത പാവങ്ങളാണവർ. എല്ലാം ബുദ്ധി കൊണ്ട് മാത്രം ഇങ്ങനെ അനലൈസ് ചെയ്ത് എല്ലാത്തിനെ യുക്തി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന യുക്തിവാദികൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, ആരോ ആയിക്കോട്ടെ. സാധാരണയായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: രാജാവ് അവരെ വിളിച്ചിട്ടല്ലേ അവർ വന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിൽ ഒരുത്തനെ രാജാവ് കൈയും കാലും കെട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്? കൊട്ടാരത്തിൽ പ്രവേശിപ്പിക്കാതെ എന്തുകൊണ്ടാണ് അവനെ തള്ളിക്കളഞ്ഞെന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെല്ലാം ഇന്ന് ഉത്തരം ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ ഉപമയിലൂടെ ഈശോ പഠിപ്പിക്കുന്ന മനോഹരമായ ഈ ഉപമയുടെ അർത്ഥം നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഉപമ പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ ബെൻ സക്കായി എന്ന് പേരുള്ള ഒരു യഹൂദ റബ്ബി ഉണ്ടായിരുന്നു. യോഹന്നാൻ ബെൻ സക്കായി. അദ്ദേഹം യഹൂദ ജനങ്ങളെ ഉപമകളിലൂടെ പഠിപ്പിച്ച ഒരു റബ്ബിയായിരുന്നു. റബ്ബി എന്ന് വെച്ചാൽ ഗുരു. അപ്പോൾ ഈശോയുടെ കാലത്തിന് മുൻപ് തന്നെ ഒരുപാട് ഉപമകളും കഥകളും യഹൂദ സംസ്കാരത്തിൽ, യഹൂദരുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ റബ്ബിമാർ അല്ലെങ്കിൽ അന്നത്തെ ഗുരുക്കന്മാർ കഥകളിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. ആ ഒരു പാരമ്പര്യം തന്നെയാണ് ഈശോയും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യോഹന്നാൻ ബെൻ സക്കായി എന്ന് പറയുന്ന റബ്ബി പറയുന്ന ഇതുപോലത്തെ ഒരു കഥയുണ്ട്. ഈശോ പറഞ്ഞതുപോലത്തെ ഒരു കഥ അദ്ദേഹം യഹൂദ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിതാണ്: രാജാവ് തൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന, കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിന് സേവകന്മാർ ക്ഷണിക്കുകയാണ്. അപ്പോൾ സേവകന്മാർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൊട്ടാരത്തിലേക്ക് വരുന്നു. ഇതിൽ പകുതി പേര് നല്ല വൃത്തിയായിട്ട് വന്നിരിക്കുന്നു, പകുതി പേര് ഒരു വൃത്തിയുമില്ലാതെ അഴുക്ക് വേഷത്തിൽ വന്നിരിക്കുന്നു. രാജാവ് കുറേ നേരം കഴിഞ്ഞ് വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് പകുതി ആളുകൾ
നല്ല വൃത്തിയുള്ള വസ്ത്രത്തിലും പകുതി ആളുകൾ വൃത്തിയില്ലാത്ത വസ്ത്രത്തിലുമാണ്. ഇപ്പം രാജാവ് ഈ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചവരോട് അകത്തോട്ട് കയറാൻ പറഞ്ഞിട്ട് വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ചവരോട് പറയാണ്, നിങ്ങൾ കൊട്ടാരത്തിൻ്റെ പുറത്ത് തന്നെ നിന്നുകൊണ്ട് അകത്തി ആളുകൾ ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിന്നോളം പറയുകയാണ്. അകത്തോട്ട് കയറണ്ട, നിങ്ങൾ പുറത്ത് നീ കാഴ്ച കണ്ടോ എന്നിട്ട് തിരിച്ചു പോയിക്കോളം പറയുന്നു. ഈ രണ്ട് കഥകളും തമ്മിൽ സാമ്യമുണ്ട്. ഈശോ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇത് വിജാതീയർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം, അതായത് നമുക്കറിയാം, യഹൂദ ജനതയ്ക്ക് ദൈവം 10 കൽപ്പനകൾ നൽകി. ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിക്കാവുന്ന ഏറ്റവും മനോഹരമായ 10 കൽപ്പനകൾ, ഒരു ദൈവത്തിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മനോഹരമായ കൽപ്പനകൾ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം വളരെ മനോഹരമായിട്ട് വിവരിച്ചുകൊണ്ട് കൽപ്പലകകളിൽ ദൈവം തൻ്റെ അരൂപി പരിശുദ്ധാത്മാവിൻ്റെ ആ അഗ്നി കൊണ്ട് എഴുതി കൊടുത്ത ആ മനോഹരമായ 10 കൽപ്പനകൾ യഹൂദ ജനത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി കാര്യങ്ങൾ പാടെ മറിയുകയാണ്. നമ്മൾ നിയമത്തിൻ്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണെന്നുള്ള സത്യം യേശു ക്രിസ്തുവിന് ശേഷം പൗലോസ്ലീഹ ശക്തമായിട്ട് പഠിപ്പിച്ചു. അതായത് നിയമത്തിൻ്റെ അനുസരണത്തിലൂടെ ഒരു മനുഷ്യനും സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റുകയില്ല എന്നും കൃപയിലൂടെ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുമെന്നും പൗലോസ് ശക്തമായിട്ട് പഠിപ്പിച്ചു. ഇതിൻ്റെ കാരണം ഇതാണ്, 10 കൽപ്പനകൾ പൂർണ്ണമായിട്ടും അനുസരിച്ച് ആർക്കും സ്വർഗത്ത് പോകാൻ പറ്റില്ല. കാരണം അത് അനുസരിക്കാൻ പറ്റില്ല, അതാണ് കാരണം. ഒരിക്കൽ പോലും തെറ്റാതെ ആരെങ്കിലും അനുസരിച്ചാൽ അവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. ഒരിക്കൽ പോലും തെറ്റരുത്. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് തെറ്റിയാൽ അവർ പരാജയപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലുമാണ് സ്വർഗരാജ്യമെന്ന് പൗലോസ് പഠിപ്പിച്ചു. ഈ പഠിപ്പിക്കൽ ആദിമസഭയിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കെ വിജാതീയരായ ധാരാളം പേർ സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ പഠിപ്പിക്കൽ കേട്ടു, അതായത് ഗ്രേസ് ടീച്ചിങ്, കൃപയുടെ പഠിപ്പിക്കൽ, ദൈവം കൃപ തരുന്നു. ഇത് കേട്ടപ്പോൾ അന്ന് നമുക്ക് റോമാലേഖനം വായിക്കുമ്പോൾ കാണാം, പൗലോസിന് ഇടയ്ക്ക് ഈ ചില കാര്യം കണ്ടിട്ട് വളരെയധികം ശുണ്ഠി വരുന്നുണ്ട്. അതായത് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചല്ലോ, നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തല്ലോ, അതുകൊണ്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും കുഴപ്പമില്ല, സ്വർഗത്ത് പോകാം എന്ന ഒരു ചിന്ത അന്നത്തെ സഭയിൽ, പ്രത്യേകിച്ച് വിജാതീയർ, യഹൂദരല്ലാത്ത ജനങ്ങൾ സഭയിലേക്ക് വന്നപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടായി. അപ്പോൾ പൗലോസ് അതിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുന്നുണ്ട്. ഈ ഒരു അർത്ഥം ഇതിൻ്റെ അകത്തുണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഈശോ കുരിശിൽ മരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലേക്ക് കടന്നു വന്നിട്ട് വീണ്ടും പഴയ പാപങ്ങൾ ചെയ്യുകയും മാനസാന്തരപ്പെടുകയും അനുദപിക്കുകയും ചെയ്യാത്തൊരു ജീവിതം ജീവിച്ചുകൊണ്ട് മ്ലേച്ഛതയിലും അശുദ്ധിയിലും വെറുപ്പിലും മദ്യപാനത്തിലും വ്യഭിചാരത്തിലും എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് കുരിശിൽ മരിച്ചല്ലോ അതുകൊണ്ട് സ്വർഗത്ത് പോകാമെന്നുള്ള ധാരണയിൽ കഴിഞ്ഞിരുന്നവരെ തിരുത്തുന്ന ഒരു ഉപമയാണിത്. ഈശോ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, കർത്താവ് തൻ്റെ സ്നേഹത്താൽ അർഹതയില്ലാത്ത നിങ്ങളെ, അർഹതയില്ലാത്ത നമ്മെ, അതായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് മാത്രമാണ് പഴയ നിയമകാലത്തിൽ ദൈവം വെളിപാടുകൾ കൊടുത്തിരുന്നതെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി സകല ജനപദങ്ങളെയും തൻ്റെ മാറോട് ചേർക്കുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിലൂടെ സകല ജനങ്ങളെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട് അവരെ തെരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നുള്ള ഉന്നതമായ പദവിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ നമുക്കൊരു ഒരുക്കം വേണ്ടേ? എങ്ങനെ ജീവിച്ചാലും സ്വർഗത്ത് പോകാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ പിടിച്ച് പുറത്താക്കുന്ന സീനാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയും ജീവിച്ചുകൊണ്ട് അഴുക്ക് നിറഞ്ഞ വസ്ത്രത്തോടു കൂടി കർത്താവ് കുരിശിൽ മരിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തള്ളപ്പെട്ടവരായി പോകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് എന്ന് മാനസാന്തരപ്പെടാതെ സഭയുടെ അകത്ത് ഇഷ്ടമുള്ളതുപോലെ തോന്നിവാസം അശുദ്ധിയിൽ ജീവിക്കുന്ന ജനങ്ങളെ കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു വചനഭാഗമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെയും ജീവിക്കാനായിട്ട് പറ്റുകയില്ല. നമുക്ക് ഒരു സ്റ്റാൻഡേർഡൊക്കെ വേണം, അല്ലാതെ ചുമ്മാ അങ്ങോട്ട് സ്വർഗത്തോട്ട് ഓടിക്കയറാനായിട്ട് പറ്റുകയില്ല.
ഈ ഉപമയിൽ കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു ഒരുക്കം വേണം. എഡ്വേർഡ് സീഗോ എന്ന് പേരുള്ള ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഈ ജിപ്സികളുടെ പെയിൻറ്റിങ്, അതായത് ജിപ്സികളെ കുറിച്ച് പെയിൻറ്റിങ് വർക്ക് നടത്താൻ, പെയിൻറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. ജിപ്സികളുടെ പടം പെയിൻറ്റിങ് ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനദ്ദേഹം ചെയ്തെന്താണെന്നറിയോ? കുറേ ജിപ്സികളെ കൂട്ടുപിടിച്ചിട്ട് ഈ ജിപ്സികളുടെ കൂടെ നടക്കുകയാണ്. ഹോട്ടലിൽ കയറി ഇവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും, ഇവരുടെ കൂടെ പാർക്കിൽ പോയിരിക്കും, അവിടെ പോവും ഇവിടെ പോവും. എന്നിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവരെ മുമ്പിൽ നിർത്തിയിട്ട് പെയിൻറ്റിങ് നടത്തുകയാണ്, ഇവരെ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ അത്ര ഒറിജിനാലിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ ജിപ്സികൾ ഇങ്ങനെ പടപടപടാ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ നാക്ക് ഒരു നേരം പോലും ചുമ്മാ ഇരിക്കത്തില്ല, ചുമ്മാ ബളബള അടിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും സംസാരമാണ്. ആഹാരം കഴിക്കാൻ നേരത്ത്, ആ വിഴുങ്ങാൻ നേരത്ത് മാത്രമേ വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്, ബാക്കി സമയവും സംസാരിക്കും. അപ്പം മുഴുവൻ സമയം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു വലിയൊരു കത്തീഡ്രൽ കാണാനായിട്ട് ഇദ്ദേഹം ഈ ജിപ്സികളെയും കൊണ്ട് കയറുകയാണ്. അപ്പോൾ പളപളപളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ കത്തീഡ്രലിൻ്റെ അകത്ത് കയറിയതും, അന്നേരം അവിടെ കുർബാനയൊന്നും നടക്കുന്നൊന്നുമില്ല, പക്ഷെ ഈ കത്തീഡ്രലിൻ്റെ അകത്തോട്ട് കയറിയതും ഈ ഇവന്മാരൊരു 10-18 പേരുണ്ട്. ഇവർ 18 പേര് നിശബ്ദരാകുകയാണ്. ഒരക്ഷരം ഇവർ മിണ്ടുന്നില്ല. വളരെ ബഹുമാനത്തോടുകൂടി, വളരെ ആദരവോടുകൂടി, വളരെ റെസ്പെക്റ്റോടുകൂടി അവർ ദേവാലയത്തിൻ്റെ അകത്ത് ചുവടുകൾ വയ്ക്കുകയും ഒന്നും മിണ്ടാതെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന അരമണിക്കൂർ നേരം ചെലവഴിക്കുകയും ചെയ്തു. ഈ കത്തീഡ്രലിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയത് വീണ്ടും ഒരു സംസാരം തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കത്തീഡ്രലിൻ്റെ അകത്തേക്ക് ചെന്നപ്പോൾ എപ്രകാരമാണ് കത്തീഡ്രലിലേക്ക് കയറേണ്ടതെന്നും, ഒരു കത്തീഡ്രലിൻ്റെ അകത്ത് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്നും, എങ്ങനെയാണ് നടക്കേണ്ടതെന്നും, ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞു കൊടുക്കാതിരുന്നിട്ട് പോലും അവർ വളരെ മനോഹരമായി പെരുമാറി. അവരുടെ ഹൃദയത്തിൽ ഒരു ഒരുക്കമുണ്ടായി. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ഇതൊരു കത്തീഡ്രലാണ്, ഇവിടെ വളവള സംസാരിക്കാൻ പാടില്ല. ഇത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായ ഒരു ബോധ്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കണം, ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ ഒരു രാജ്യമാണ്. ഇത് പ്രകാശത്തിൻ്റെ രാജ്യമാണ്. ഇത് പാപത്തെ ചെറുക്കാനുള്ള ഒരു രാജ്യമാണ്. പാപത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന ഒരു രാജ്യമാണ്. പാപത്തിൻ്റെ അധിപനായ സാത്താനെതിരെ നിലകൊള്ളുന്ന രാജ്യമാണ് ദൈവത്തിൻ്റെ രാജ്യം. അപ്പോൾ അവിടെ വന്നിട്ട് സാത്താൻ കൊടുക്കുന്ന ഉടുപ്പുമിട്ട് ദൈവരാജ്യത്തിൽ കയറാമെന്ന് നമ്മൾ ആരും ഒരിക്കലും നമ്മൾ വ്യാമോഹിക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരുക്കം വേണ്ടേ? ഒരു ടീച്ചർ ഒരു ടെക്സ്റ്റും വായിക്കാതെ ഒരു ക്ലാസ്സിലേക്ക് കയറി വന്നാൽ പിള്ളേരുടെ മുമ്പിൽ എന്ത് പഠിപ്പിച്ചു കൊടുക്കാനാണ്? ഒരു നല്ല കെമിസ്ട്രി ടീച്ചർ രാവിലെ തന്നെ ഇരുന്ന് പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ ഒരുങ്ങുന്നു. എന്നിട്ട് ക്ലാസ്സിൽ വന്ന് അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനോഹരമായിട്ട് വിവരിച്ചു കൊടുക്കുന്നു. ഒരു ഡോക്ടർ തൻ്റെ സർജറി ചെയ്യുന്ന ദിവസം എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനോഹരമായിട്ട് ക്രമപ്പെടുത്തുന്നു. എല്ലാവരും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ചന്ദ്രനിലേക്ക് പോകാനുള്ള ബഹിരാകാശ യാത്രക്കാർ യാത്രയ്ക്ക് മുൻപ് തന്നെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നു. കൊണ്ടുപോകേണ്ട ആഹാരം ക്യാപ്സൂൾ രൂപത്തിലെടുക്കുന്നു, അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു. പ്രഷർ ഡിഫറൻസിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുന്നു. ചന്ദ്രനിൽ ചെന്നാൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെല്ലാം അവർ ഒരുങ്ങി അതിനുള്ള വേഷവും വസ്ത്രവും ഉപകരണങ്ങളും ഇതെല്ലാം കൂടി അവർ ചന്ദ്രനിൽ പോകുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ മാത്രം ഒരു ഒരുക്കവും വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എത്രയോ വലിയ വിഡ്ഢിത്തരമാണ്. ഇങ്ങനത്തെ ഒരു വിഡ്ഢിത്തരത്തെയാണ് കർത്താവ് ഇന്ന് വ്യക്തമായിട്ട് കറക്റ്റ് ചെയ്യുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യം ബഹിരാകാശത്തേക്ക് റോക്കറ്റൊക്കെ അയക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും എന്തുമാത്രം ഒരുക്കം നടത്തിയിട്ടാണ് റോക്കറ്റുകളൊക്കെ നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നറിയാമോ? അപ്പം ഇവിടെ ഈ മനുഷ്യൻ ഒരു ഒരുക്കവും ഇല്ലാതെ വിവാഹത്തിന് കയറി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്തേക്കെടുത്ത് വലിച്ചെറിയേണ്ടതായിട്ട് വന്നത്. 3, എന്താണ് അവിടെ നടക്കുന്നെന്ന് അദ്ദേഹം ഒരു ബോധ്യമില്ലാതെയാണ് വന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിലെ വിവാഹമാണ്, രാജാവിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹമാണ് അവിടെ നടക്കുന്നത്. രാജാവിൻ്റെ പൈതലാണ് അവിടെ വിവാഹം കഴിക്കുന്നത്. അപ്പം രാജകൊട്ടാരത്തിലെ വിവാഹമാണ്. പക്ഷെ ഈ ഒരൊറ്റ വ്യക്തി മാത്രം വിവാഹമെന്നോ രാജകൊട്ടാരമെന്നോ ചിന്തിക്കാതെ എങ്ങനെയും നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്നുള്ള ചിന്ത മാത്രം, വേറെ ഒന്നുമില്ല. നന്നായിട്ടൊന്ന് ഫുഡ് അടിക്കണം, നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം, ആ ഒരൊറ്റ മനോഭാവത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വൈദികൻ കടന്നു വരുമ്പോൾ അദ്ദേഹം
അതിൻ്റെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം അദ്ദേഹം നേരത്തെ ഇട്ടിരുന്ന പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ടല്ല അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുന്നത്. അദ്ദേഹം വരുന്നത് വലിയ ഒരുക്കത്തോടു കൂടിയാണ്, പ്രാർത്ഥനയോടുകൂടിയാണ്, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഒരു വൈദികൻ വേദിയിലേക്ക് കടന്നു വരുന്നത്. കാരണം കർത്താവിൻ്റെ ബലി അവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. അപ്പം ഈ മനുഷ്യൻ ഇതൊന്നും ഓർക്കാതെ ഓടിക്കേറിയതാണ് ഇദ്ദേഹം കാണിച്ച വലിയ ഒരു തെറ്റ്. ഇവിടെ നമുക്കൊരു പാഠമുണ്ട്. നമ്മൾ ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ പോകുന്നത് എങ്ങനെയാണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിശുദ്ധ ബലിക്ക് പോകുന്നത് എങ്ങനെയാണ്? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ പോകുന്നത്? ഈ ഒരു ചിന്ത ഈ വചന ശുശ്രൂഷയിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടത്തിവിടുകയാണ്. നമ്മൾ കർത്താവിൻ്റെ വിരുന്ന്, കർത്താവിൻ്റെ ബലി ഇത് മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മൾ പോകുന്നത്? അതോ ഈ മനുഷ്യനെ പോലെ നമ്മൾ വെറുതെ കാഷ്വലായിട്ട് ഓടിച്ചെല്ലുന്നു, കാഷ്വലായിട്ട് തന്നെ തിരിച്ചു വരുന്നു, എല്ലാം യാന്ത്രികമായിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ഈ മനുഷ്യനെ പറ്റിയ തെറ്റ്, ഇദ്ദേഹം രാജാവിനെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അഴുക്ക് ഉടുപ്പിട്ടുകൊണ്ട് നമ്മൾ കാണാൻ പോകും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ കുളിക്കാതെയും അഴുക്ക് നിറഞ്ഞ വസ്ത്രത്തോടു കൂടിയും ശരീരം മുഴുവൻ ചെളിയും പിടിച്ച് അഴുക്കും പിടിച്ച് പല്ലും തേക്കാതെ മുടിയും ചെയ്യാതെ നമ്മൾ കാണാൻ പോകുമോ? ഇല്ല, നമ്മൾ ഒരിക്കലും കാണാൻ പോകത്തില്ല. നമ്മൾ ഓർക്കണം, രണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ അവരുടെ വിവാഹം നടക്കാനായിട്ട് പോവുകയാണ്. ഒരു യുവാവും ഒരു യുവതിയും അവരുടെ വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചു. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു ദിവസം അവർ ഒരു സ്ഥലത്ത് വെച്ചൊന്ന് കാണുകയാണെന്ന് വിചാരിക്കുക. രണ്ടുപേരും ഏറ്റവും നല്ല വസ്ത്രമണിഞ്ഞായിരിക്കും വരുന്നത്. കാരണം അത് സ്നേഹത്തിൽ നിന്നുളവാകുന്ന ഒരു ഒരുക്കമാണ്, പരസ്പരം കൊടുക്കുന്ന ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന നല്ല രീതിയിൽ ഒരുങ്ങിയായിരിക്കും അവർ തങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഈ മനുഷ്യൻ രാജാവിനെ ബഹുമാനിച്ചില്ല എന്നുള്ളതിനടയാളം. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട മനുഷ്യരാണ് എന്നറിയാം, എങ്കിലും യാതൊരു ബഹുമാനവും കൊടുക്കാതെ അഴുക്ക് നിറഞ്ഞ വസ്ത്രത്തോടു കൂടി വന്നതാണ് അവിടുത്തെ പ്രശ്നമായത്. കുളിച്ചില്ല, വൃത്തിയായില്ല, അഴുക്ക് നിറഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ബഹുമാനം കൊടുത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അനേകർ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം പാടുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. തീർച്ചയായിട്ടും വേണം. നാഷണൽ ആന്തം പാടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അറ്റൻഷനായിട്ട് നിൽക്കുന്നു, കൈയും കാലും ഒന്നും നമ്മൾ ചലിപ്പിക്കുന്നില്ല. വളരെ നല്ലത്. ദേശഭക്തി നമുക്ക് വേണം, അത്യാവശ്യമാണ്. പക്ഷേ രാജാക്കന്മാരുടെ രാജാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ, ഈ പ്രപഞ്ചത്തിൻ്റെ രാജാവിനെ, അധിപതിയെ, ചക്രവർത്തിയെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലും നമ്മുടെ ഇടവക ദേവാലയത്തിലും പരിശുദ്ധൻ ആണവിടെ നിന്ന് നമ്മളെല്ലാവരും പാടുമ്പോൾ, ദൈവത്തിന് മഹത്വമെന്ന് പാടുമ്പോൾ, രാജാതി രാജാവിനെയാണ് സ്തുതിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ദേശീയ ഗാനം പാടുമ്പോൾ നമ്മൾ കാണിക്കുന്ന ബഹുമാനമെങ്കിലും നമ്മൾ രാജാതി രാജനെ ആരാധിക്കുന്ന സമയത്ത് ഗാനങ്ങൾ പാടുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കണം. നമ്മൾ ചോദിക്കണം, ഇതാരെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾക്ക് അറിയാമോ? ആരെയാണ് നമ്മൾ പാട്ടുപാടി സ്തുതിക്കുന്നത്? ചെറിയ ആളല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്നവനാണ്, സകലതും അറിയുന്നവനാണ്, അനാദി മുതലേ ഉള്ളവനാണ്, ആദിയും അന്ത്യവുമാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് രൂപം നൽകുവാനുള്ള സ്നേഹം നമ്മോട് കാണിച്ചവനാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെനഞ്ഞവനാണ്. നമുക്ക് വേണ്ടി വചനമായ ദൈവം മാംസം ധരിച്ച് മനുഷ്യരൂപം ധരിച്ച് എളിമപ്പെട്ട് ലോകത്തിലേക്ക് വന്ന് കുരിശിൽ മരിച്ചു വേദന സഹിച്ച് നമ്മെ രക്ഷിച്ചവനാണ്. പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന സ്നേഹമാണത്. ഇതാരാന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? നമ്മൾ പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഞാൻ പലപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത് കണ്ടിട്ടുണ്ട്. ആളുകൾ വളരെ കാഷ്വലായിട്ടിരുന്നതിന് ശേഷം കുർബാന സ്വീകരിക്കാനുള്ള സമയമാകുമ്പോൾ നേരെ അങ്ങോട്ട് കടന്നു ചെല്ലുകയും ബിസ്ക്കറ്റ് തിന്നിട്ട് വരുന്നത് പോലെ വായിൽ ബിസ്ക്കറ്റാണ് ഇട്ടുകൊണ്ട് വരുന്നുള്ള മട്ടിൽ വളരെ കാഷ്വലായിട്ട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇതെന്താണ് സംഭവിക്കുന്നത് പോലും അറിയാത്ത ഒരു ജീവിതം നമ്മൾ തിരുത്തണം പ്രിയപ്പെട്ടവർ. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രാജാതിരാജനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഈ വലിയ സത്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് നമ്മളെ പിടികൂടണം. എൻ്റെ ദൈവം രാജാക്കന്മാരുടെ രാജാവാണ്, അവനെ ഞാൻ ആരാധിക്കണം. നിങ്ങൾക്ക് അറിയാവോ, പഴയ നിയമത്തിൽ ഈ രാജാതിരാജൻ ഇറങ്ങി വന്നപ്പോൾ സീനായി മലയുടെ മുകളിലേക്ക് ദൈവം കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇടിമുഴങ്ങി. ഇടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മഴക്കാലത്ത് വെട്ടുന്ന കൊള്ളിയാൻ ഇടിയൊന്നുമല്ല, ഇതിൻ്റെ 1000 ഇരട്ടി
ഇവിടെ തന്നെ നന്നായിട്ടൊന്ന് ഇടിവെട്ടിയാൽ നമ്മൾ ഭയന്നു പോകും. അന്ന് അവിടെ വെട്ടിയ ഇടിയും അവിടെ അന്ന് വെളിപ്പെട്ട മിന്നലുകളും എന്ന് പറയുന്നത് മനുഷ്യൻ ഭയന്ന് ഓടിക്കളഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന ജനം മരുഭൂമിയുടെ 4 ഭാഗത്തും ചെതറി. മല കുലുങ്ങിയെന്നാണ് പറയുന്നത്. പർവ്വതം കുലുങ്ങി, പുക ഉയർന്നു. മലയ്ക്ക്, പ്രപഞ്ചത്തിന്, ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത വണ്ണമുള്ള മഹത്വത്തിന്റെ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ സകലരും വിറച്ചുപോയി. ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, മോശേ കയറി വരിക, നീ മാത്രം കയറി വന്നാൽ മതി. അപ്പൊ ഇങ്ങനത്തെ മഹത്വത്തിന്റെ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഈ മനുഷ്യന് പറ്റിയ തെറ്റ് രാജാവ് വിളിച്ചപ്പോൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് പോലും കയറാൻ യോഗ്യതയില്ലാത്ത ഈ മനുഷ്യൻ ഒരു ബഹുമാനവും കൊടുക്കാതെ ഓടിക്കയറിയതാണ് അദ്ദേഹം പുറത്താകാൻ കാരണം. നമ്മളൊക്കെ പുറത്താകുന്ന ഇതുകൊണ്ട് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ബഹുമാനം നമ്മൾ ദൈവത്തിന് കൊടുക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ബഹുമാനം കൊടുക്കാറുണ്ടോ? നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ ദൈവത്തിന് ഇതൊന്നും കൊടുക്കാറൊന്നുമില്ല. അതാണ് സത്യം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും സ്തുതിയും മഹത്വവും കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ അകത്ത് അടിമപ്പെട്ടു പോകത്തില്ലായിരുന്നു എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവിടെ മനുഷ്യരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതിയും ആരാധനയും കൊടുത്തില്ല, അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അവർ സൃഷ്ട വസ്തുക്കളെ സൃഷ്ടാവിനേക്കാൾ അധികം ആരാധിച്ചു. സിനിമാ താരങ്ങളെ ദൈവത്തെക്കാൾ ആരാധിക്കുന്നവരുണ്ട്, സ്പോർട്സ് താരങ്ങളെ ദൈവത്തെക്കാൾ ആരാധിക്കുന്നവരുണ്ട്. ഹൃദയം മുഴുവൻ ഈ മനുഷ്യർ നിറഞ്ഞു നിൽക്കുകയാണ്. ചിലർക്ക് പണമാണ് ദൈവം, ഇത് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തള്ളപ്പെട്ടു പോകരുത്. ഈ ഉപമയിലൂടെ ഈശോ പറയുകയാണ്, അകത്തോട്ട് കയറാനുള്ള ഒറ്റക്കാരി ഇത്രയേ ഉള്ളൂ, ആ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അല്പം വൃത്തിയായിട്ട് കയറി വന്നാൽ മതി. ഇത്രയേ ഉള്ളൂ അവിടുത്തെ പ്രശ്നം. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പള്ളിയിൽ വിശുദ്ധ മദർ തെരേസ വന്നു. അന്ന് ഞാൻ കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ആ സമയത്ത് മദർ തെരേസ അവിടെ വന്നു. മദർ തെരേസ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി, നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടി. ഇടവകയിലെ ജനങ്ങളെല്ലാം വന്നു. മദർ ഒരു അംബാസഡർ കാറിൽ പുറകിൻ്റെ സീറ്റ് ഇരുന്നാണ് വന്നത്. വന്ന് ഈ ഡോറ് തുറന്നപ്പോൾ വികാരിയച്ഛനൊരു 32 വയസ്സേ ഉള്ളൂ. അദ്ദേഹം മദറിനെ സ്വീകരിക്കാൻ കൈയൊക്കെ കൂപ്പി നിൽക്കുകയാണ്. അപ്പം മദർ ഇങ്ങനെ പോലെ കൂനിപ്പോയി. മദർ പാവം നല്ല വാർദ്ധക്യത്തിലാണെന്ന്. മദർ പതുക്കെ കൂനി വന്നിട്ട് പള്ളിയിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ സ്വീകരിക്കാനായിട്ട് നിന്ന വികാരിച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. ആ വികാരിച്ചൻ്റെ 32 വയസ്സ് മാത്രം പ്രായമുള്ള വികാരിച്ചൻ്റെ കാലയിലോട്ട് ഒരൊറ്റ വീഴ്ച, 2 പാദങ്ങളിലും കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വികാരിച്ച നിപ്പി കരഞ്ഞുപോയി. ജനങ്ങളുമെല്ലാം കരഞ്ഞുപോയി. ദൈവത്തിൻ്റെ പ്രതിനിധിയെ, ഒരു ഇടവകയെ നയിക്കുവാൻ ദൈവം അയച്ച ഒരു പുരോഹിതനെ എപ്രകാരം ബഹുമാനിക്കണമെന്ന് കാണിച്ചു തന്ന ഒരു വിശുദ്ധയായ മകളുടെ പെരുമാറ്റം അന്ന് അവിടെ മുഴുവൻ വ്യക്തികളെ സ്പർശിച്ചു. അപ്പം അന്ന് പലർക്കും തോന്നി, ദൈവമേ, നമ്മളാരും അച്ഛന്മാരെ ബഹുമാനിക്കുന്നത് പോരല്ലോ എന്നൊരു ചിന്ത ഒത്തിരി പേർക്ക് വന്നു. ഞാൻ പറഞ്ഞ മറ്റൊന്നിനല്ലേ പ്രിയപ്പെട്ടവരെ, പിന്നീട് മദർ തെരേസ ഞങ്ങളുടെ പള്ളിയുടെ അകത്തേക്ക് കയറി സക്രാരുടെ മുമ്പിൽ ചെന്ന് കമിഴ്ന്നടിച്ച ഒരു ഒറ്റക്കിടപ്പ്, ഒരു 15 മിനിറ്റ് സാഷ്ടാംഗം വീണ് നിശബ്ദതയിൽ ആരാധിച്ചതിന് ശേഷമാണ് വികാരിച്ചനോട് സംസാരിച്ചത് പോലും. അപ്പോൾ ആളുകൾ സ്തബ്ധരായിപ്പോയി. കർത്താവിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെ, അധികാരികളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം. നമ്മൾ ഓർക്കണം, സ്വർഗം പരിശുദ്ധമാണ്. അതുകൊണ്ട് അവിടെ ചുമ്മാ അങ്ങോട്ട് എന്തും കാണിച്ചുകൊണ്ട് ഓടിക്കയറാൻ പറ്റുകയില്ല. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അശുദ്ധമായതൊന്നും അവിടെ പ്രവേശിക്കുകയില്ല. വീണ്ടും യേശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് ഒരു രാജവീതിയാണ്, അവിടെ അശുദ്ധമായതൊന്നും പ്രവേശിക്കുകയില്ല, വിശുദ്ധ വീതി എന്നത് വിളിക്കപ്പെടും ആ രാജവീതി. അപ്പോൾ യേശയ്യ പ്രവചിക്കുകയാണ്, സ്വർഗത്ത് പോകാനുള്ള വഴി ഒരു രാജവീതിയാണ്. രാജവീതി എന്ന് പറഞ്ഞാൽ രാജാവ് പോകുന്ന വീതിയാണ്. അതിലൂടെ നമ്മളെയും ദൈവം കൊണ്ടുപോവുകയാണ്. പക്ഷേ അത് വിശുദ്ധ വീതി എന്നും കൂടെ വിളിക്കപ്പെടും. അശുദ്ധരാരും അവിടെ പ്രവേശിക്കുകയില്ല. പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ മരിച്ചു, അതുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും സ്വർഗത്ത് പോകുന്നുള്ള പഠനം തെറ്റാണ്. പകരം പാപങ്ങളെക്കുറിച്ച് ആഴമായിട്ട് അനുദപിച്ചാൽ ഏത് പാപിക്കും കർത്താവ് എനിക്ക് തെറ്റിപ്പോയല്ലോ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം ഉറപ്പാണ്, സ്വർഗപ്രവേശനം ഉറപ്പാണ്. അല്ലാതെ പാപങ്ങൾ ഏറ്റുപറയാതെ യേശു മരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്നാൽ നാം തള്ളപ്പെട്ടവരായി പോകും. അതുകൊണ്ട്
അനുദപിക്കാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഏറ്റുപറയാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തള്ളപ്പെടുകയില്ല. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട്. അനുദപിക്കുന്ന ഹൃദയത്തോട് ചെല്ലുന്നവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. പിതാവേ, ഈ ഉപമയിലൂടെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ച സന്ദേശത്തിനായി നന്ദി പറയുന്നു. ഒരുങ്ങി ജീവിക്കുവാൻ, അഴുക്ക് പുരണ്ടാൽ അതിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടാൻ വിട്ടുകൊടുക്കുവാൻ, അനുദപിക്കാൻ, മാപ്പ് ചോദിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.